നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. കൂട്ടായ്മയുടെ വിജയം വിളിച്ചോതി മറ്റത്തൂർ പഞ്ചായത്ത് ബജറ്റ് അവതരണ യോഗം. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ലോക വദനാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും ത്യാഗരാജാർ അളഗപ്പനഗർ പോളിടെക്നിക് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ സന്ദേശവുമായി ശുചിത്വ വിളംബര യാത്ര നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളിലും ബജറ്റ് അവതരണ യോഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം ബഹിഷ്കരണത്തിലും ഇറങ്ങിപ്പോക്കിലും കലാശിക്കുമ്പോൾ ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിൽ നടന്ന ബജറ്റ് അവതരണം ഭരണസമിതി അംഗങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളിലുള്ള യോജിപ്പും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നതായി. പ്രസിഡന്റ് അശ്വതി വിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ആകെ 76,67,765 രൂപ വരവും 73,86,37,935 രൂപ ചെലവും 2,80,69,830 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കായി 15,08,50,000 രൂപയും സേവന മേഖലയ്ക്കായി 19,03,80,935 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, കൺവെൻഷൻ സെന്റർ എന്നിവയുടെ നിർമ്മാണത്തിനായി 5 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിലെയും BJPയിലെയും അംഗങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഉണ്ടായ ഭരണസമിതിയുടെ നേട്ടങ്ങളെ അഭിനന്ദിച്ചാണ് സംസാരിച്ചത്. പ്രധാന ജലസ്രോതസ്സായ വെള്ളിക്കുളം വലിയ തോടിന്റെ നവീകരണം അടക്കം മറ്റത്തൂരിൽ നടപ്പാക്കിയ പദ്ധതികൾ ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റത്തൂരിന് കഴിഞ്ഞത് ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് യോഗം വിലയിരുത്തി. ഭരണസമിതി അംഗങ്ങളായ KR ഔസേപ്പ്, KS ബിന്ദു, സനല ഉണ്ണികൃഷ്ണൻ, ഷൈബി സജി, KS സൂരജ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, MS സുമേഷ്, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവർ സംസാരിച്ചു. ലോക വദനാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണവും ഡെന്റൽ എക്സിബിഷനും നടത്തി. ചെങ്ങല്ലൂർ ഹെൽത്ത് സെന്ററിൽ നടന്ന പരിപാടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രി ദന്തവിഭാഗം ഡോക്ടർ ദീപ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, JHIമാരായ അബ്ദുൽ റസാഖ്, CG, നിമ്മി, JPHN, ഉണ്ണി മാത്യു എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ നമുക്ക് ഇപ്പൊ തന്നെ പുതുക്കാട് പഞ്ചായത്തിലെ ഇത്ര വലിയ ക്യാമ്പ് വെച്ചിട്ട് വന്നാണ് ഞാൻ പറയുന്നത് ഗ്രാമസഭകളിൽ പോയി ഇത് ക്യാമ്പയിൻ ചെയ്ത് പല്ലിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരു ചെറിയ പല്ലുവേദന വന്നാൽ ഇതൊരു കാര്യം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കപ്പറമ്പ് സെന്ററിൽ മെഴുകുതിരി കത്തിച്ചും നാളികേരം ഉടച്ചും പ്രതിഷേധിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഷ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഹേമലത സുകുമാരൻ, മിനി ഡെന്നി പനോക്കാരൻ, ജെന്നി ജോസഫ്, ഷമീറ ഷാഗുൽ ഹമീദ്, ഗീത കാവല്ലൂർ, കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് ഖണിയത്ത് എന്നിവർ പ്രസംഗിച്ചു.
അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും ത്യാഗരാജാർ അളഗപ്പനഗർ പോളിടെക്നിക് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NJ സാബു, NSS പ്രോഗ്രാം ഓഫീസർ ജോഷി ആൻഡേഴ്സൺ, മിബി തോമസ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഓഫീസർ KY ഷഫീഖ് ക്ലാസുകൾ നയിച്ചു. ലോക സീറോ വേസ്റ്റ് ദിനത്തിന്റെ പ്രചരണാർത്ഥം മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ സന്ദേശവുമായി ശുചിത്വ വിളംബര യാത്ര നടത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിരപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ക്ലീൻ ഗ്രീൻ മുരിയാട് ശുചിത്വ വിളംബര യാത്ര സംഘടിപ്പിച്ചത്. പുല്ലൂർ ഉരിയരിച്ചിറ പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 17 വാർഡുകളിലും ശുചിത്വ സഭ പൂർത്തിയാക്കിയിട്ടുണ്ട്. വാർഡ് തല ശുചീകരണ യജ്ഞത്തിന് പുറമെ ക്ലീൻ ഗ്രീൻ ശുചിത്വ സുന്ദര തെരുവുകൾ രൂപപ്പെടുത്തിയും പരിശോധനകൾ കർശനമാക്കിയുമാണ് ക്ലീൻ ഗ്രീൻ പരിപാടി മുന്നേറുന്നത്. മാർച്ച് 30-ന് മുൻപായി സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർമാൻ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊകലത്ത്, പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ചന്ദ്രൻ, സെക്രട്ടറി ഇൻചാർജ് PB ജോഷി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട് ഏറ്റവും ശുചിത്വവും സുന്ദരവുമുള്ള നാടായി മാറ്റണം. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. കേരളത്തിലെ സർക്കാർ അതിനുവേണ്ടി മുൻകൈ എടുക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ ഒരേ മനസ്സോടുകൂടി പറയുകയാണ് നമ്മുടെ നാടിന്റെ വളർച്ചയിൽ. മാലിന്യമുക്ത നവകേരളം സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റിക്കറുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, പഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, ഷാജു കാളിയങ്കര, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, ഫിലോമിന, പഞ്ചായത്ത് സെക്രട്ടറി P ഉമ ഉണ്ണികൃഷ്ണൻ, AS അനൂപ് MA, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഓട്ടോ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർ ക്യാമ്പയിന്റെ ഭാഗമായി സ്റ്റിക്കറുകൾ പതിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. 40 വയോജനങ്ങൾക്കും 19 ഭിന്നശേഷിക്കാർക്കുമുള്ള ഇലക്ട്രിക് സ്കൂട്ടർ, വീൽചെയർ, വാക്കർ, ഹിയറിംഗ് എയ്ഡ് എന്നീ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തുഴൂക്കാട്ട്, സൈമൺ നമ്പാടൻ, മേഴ്സി സ്കറിയ, നിർവഹണ ഉദ്യോഗസ്ഥ ആൻസി ജോസ്, സെക്രട്ടറി VV പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പിടിയിലായത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ബുധനാഴ്ച തന്നെ പുറത്തു വന്നിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും കൂട്ടാളി ശ്രീജിത്തും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു പിതാവ് മോഹനൻ. ഇതോടെ സംഘം മോഹനന് നേരെ തിരിഞ്ഞു. ഇരു കൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത്. പുറത്തും നെഞ്ചിനും വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആക്രമണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള പൂമലയിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലെ എയർബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി.
ഇന്നലെ രാത്രി 11:45 വലിയൊരു സൗണ്ട് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും പുറത്തു വന്നതാണ്. ഒരു ആക്സിഡന്റ് ആണെന്ന് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഒരു അമിത വേഗതയിലാണെന്ന് തോന്നിപ്പോയിരുന്നു. ചെറുതുരുത്തിയിൽ നിന്ന് വരുന്ന ഒരു കാറായിരുന്നു നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പ് ഇടിച്ച് തകർക്കുകയും. മരോട്ടിച്ചാലിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. ബുധനാഴ്ച വൈകിട്ട് ചീരക്കുണ്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് രാജവെമ്പാലയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ രാജവെമ്പാലയെ തോട്ടരികിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. 12 അടി നീളമുള്ള പാമ്പിനെ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലെ റെസ്ക്യൂ ഓഫീസർ ലിജോ കാച്ചേരിയാണ് പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 22 വരെ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് നയിക്കുന്ന മലയോര ജാഥ വെള്ളിയാഴ്ച പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി നടക്കുന്ന ജാഥ വെള്ളിയാഴ്ച 11:30 കല്ലൂർ അലയങ്ങാട് സെന്ററിൽ സ്വീകരണം നൽകും. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 2:30 മാവിൻചുവട്, 3 അമ്പല്ലൂർ, 4 വരന്തരപ്പള്ളി, 4:30 ഇഞ്ചക്കുണ്ട് മലയോര ജാഥയ്ക്ക് സ്വീകരണം നൽകും. 5:30 കോടാലി സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. മട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജോസി മാണി അധ്യക്ഷത വഹിക്കും. പാർട്ടി നേതാക്കളായ ബേബി മാത്യു, ഡെന്നിസ് കെ ആന്റണി, PI മാത്യു, ബേബി നെല്ലിക്കുഴി, ഷാജി ആനിത്തോട്ടം, സെബാസ്റ്റ്യൻ മഞ്ഞളി എന്നിവർ സംസാരിക്കും. മണ്ഡലം പ്രസിഡന്റുമാരായ മേജർ MP ജോസി മാണി, ബെന്നി സൈമൺ, AK പത്രോസ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയുടെ സ്വീകരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് താഴേക്കാടൻ, നിയോജക മണ്ഡലം ഓഫീസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പോൾ എന്നിവർ അറിയിച്ചു. ചേറ്റുവയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശിയായ വെങ്കിടി വീട്ടിൽ 36 വയസ്സുള്ള അഖിനാണ് പിടിയിലായത്. ചേറ്റുവ കടവിലുള്ള റോഡരികിൽ കല്ലുമ്മക്കായ, കക്ക ഇറച്ചി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിലുമായാണ് യുവാവ് പിടിയിലായത്. വടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ NR സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കലാജാഥയും ഫ്ലാഷ് മോബും തിങ്കളാഴ്ച രാവിലെ 9 സംഘടിപ്പിക്കും. അമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോലഴിയിൽ വാഹനങ്ങളുടെ കൂട്ടയിടി. മിനി ലോറി ടോറസിൽ ഇടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മിനി ലോറി ടെറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്നു. പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഗ്രാനി സ്മിത്ത് എന്നറിയപ്പെടുന്ന ഗ്രീൻ ആപ്പിളുകൾ ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ, വിവിധതരം വിറ്റാമിനുകളും ധാതുക്കളും എന്നിവയാൽ സമ്പുഷ്ടമാണ്. പച്ച ആപ്പിളിൽ പെക്റ്റിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കുന്ന ഫൈബർ ഉറവിടമാണ്.
പച്ച ആപ്പിളിൽ കാണപ്പെടുന്ന പെക്റ്റിൻ ഭക്ഷണങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി തകർക്കാൻ സഹായിക്കും. പച്ച ആപ്പിളിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം ദഹന ആരോഗ്യത്തിലും മറ്റ് സ്വാധീനം ചെലുത്തും. പച്ച ആപ്പിളിൽ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശ്വാസകോശം, പാൻക്രിയാസ്, വൻകുടൽ ക്യാൻസർ എന്നിവ വികസിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. സ്തനം, വൻകുടൽ, ചർമ്മം എന്നിവയിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കാൻ ഗ്രീൻ ആപ്പിളിന് കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ ജ്യൂസ് തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ സഹായിക്കും. ഗ്രീൻ ആപ്പിൾ ഡയറ്റ് കഴിക്കുന്ന മൃഗങ്ങളിൽ തലച്ചോറിന്റെ സിഗ്നലിംഗ് തന്മാത്രകളായി പ്രവർത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് വർദ്ധിച്ചതായി ഒരു പഠനം കാണിച്ചു. ഉയർന്ന നാരുകളുള്ള ഭക്ഷണമായ പച്ച ആപ്പിൾ കഴിക്കുന്നത് മസ്തിഷ്ക രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണം സ്ഥിരീകരിച്ചു. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തടയുന്നതിനും ഗ്രീൻ ആപ്പിൾ സഹായിക്കുന്നു. ആസ്മ ഉൾപ്പെടെയുള്ള പല ശ്വാസകോശ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായി പച്ച ആപ്പിളിന്റെ ഉപഭോഗം ബന്ധപ്പെട്ടിരിക്കുന്നു. പച്ച ആപ്പിൾ കഴിക്കുന്നത് ആസ്മയുടെ സാധ്യത കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടന്ന ഒരു പഠനം കാണിക്കുന്നത് ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് ആസ്മ, ശ്വാസകോശ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ്. മധ്യവയസ്കരായ പുരുഷന്മാരുമായി നടത്തിയ മറ്റൊരു പഠനത്തിൽ ആപ്പിൾ കഴിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഗുണകരമായി ബാധിക്കുമെന്ന് കാണിച്ചു. ദിവസവും ആപ്പിൾ കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത മറികടക്കാൻ സഹായിക്കും. ആപ്പിളിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആപ്പിളിന്റെ തൊലികളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാഥമിക ബയോ ആക്റ്റീവ് സംയുക്തവും പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ക്ലിനിക്കൽ പഠനങ്ങളിൽ ദിവസവും ഒരു പച്ച ആപ്പിളെങ്കിലും കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉയർന്ന ഫൈബർ ഭക്ഷണക്രമം ഡോക്ടർമാർ പലപ്പോഴും ശുപാർശ ചെയ്യുന്നു. നാരുകൾ കൂടുതലുള്ള ഭക്ഷണമായാണ് ആപ്പിൾ കണക്കാക്കപ്പെടുന്നത്. ഗ്രീൻ ആപ്പിളിൽ ഉയർന്ന അളവിലുള്ള ഭക്ഷണ നാരുകൾ ഉണ്ട്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായകമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കും സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്നു. സാക്ഷരത 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7ാം തരം വിജയിച്ചവർക്കും 17 വയസ്സ് പൂർത്തിയായവർക്കും 10ാം തരം തുല്യതയ്ക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് അപേക്ഷിക്കുന്നവർ 10ാം തരം വിജയിച്ചവരും 22 വയസ്സ് പൂർത്തിയായവരും ആയിരിക്കണം. ഏപ്രിൽ 30 വരെ എല്ലാ കോഴ്സുകളും ഓൺലൈനായോ പഞ്ചായത്തിലോ നഗരസഭയിലോ പ്രവർത്തിക്കുന്ന പ്രേരക്മാർ മുഖാന്തരമോ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ, ഫീസ് അടച്ചതിന്റെ വിശദാംശങ്ങൾ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം തൃശൂർ അയ്യന്തോൾ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487236524 അല്ലെങ്കിൽ 9447800644 അല്ലെങ്കിൽ 7558941039 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. വെണ്ടൂർ കണ്ണമ്പുഴ മണ്ണുത്തി ആൻഡു ഭാര്യ റോസി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റസിൻ, സെറിൻ എന്നിവർ മക്കളും ലിറ്റി മരുമകളുമാണ്. വരന്തരപ്പള്ളി റൊട്ടിപ്പടി നാമത്തിൽ ശിങ്കാരൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര വഴിയമ്പലം ശക്തി നഗറിൽ പോണോളി മണി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുജാതയാണ് ഭാര്യ. വിനീത, വിപിൻ, പരേതരായ വിമൽ എന്നിവർ മക്കളും. സ്നേഹ, ലക്ഷ്മി, മധു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂട്ടായ്മയുടെ വിജയം വിളിച്ചോതി മറ്റത്തൂർ പഞ്ചായത്ത് ബജറ്റ് അവതരണ യോഗം. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ബജറ്റ് അവതരിപ്പിച്ചു.
ലോക വദനാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സൗജന്യ ദന്തപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും ത്യാഗരാജാർ അളഗപ്പനഗർ പോളിടെക്നിക് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ സന്ദേശവുമായി ശുചിത്വ വിളംബര യാത്ര നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.